ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് രാവിലെ റുദനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കോഴിക്കോടേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവർക്കും എന്താ ഒരു ട്രിപ്പ് പോയി ബാട്ടാ ഉള്ളത്. രാവിലെ തന്നെ എണീറ്റ് പിന്നെ എന്താ ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം ആയതുകൊണ്ട് എല്ലാരും ചായ കുടിച്ചു, മുട്ട വന്നു, പിന്നെ നെയ്പ്പത്തിലാക്കിട്ട് കാണുന്നുണ്ട് രാവിലെ തന്നെ. കാരപ്പുണ്ട്. കാരപ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തോണ്ട് നെയ്പ്പത്തിലാക്കി. പിന്നെ നമ്മള് നല്ല ഉറക്കി തന്നെയാന്നുള്ളത് ആളാ അന്ന് നമ്മൾ പോകുന്ന സമയത്ത് എടുത്തിട്ട് അതേപോലെ തന്നെ എടുത്തിട്ട് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അന്ന് വൊമിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാല് ആൾക്ക് വണ്ടിയിൽ നിന്ന് തന്നെ നമ്മളൊരു ഗ്ലാസ് മിൽക്കൊക്കെ നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഓവറായി പോയോ എന്നൊരു സംശയം. അതൊക്കെ രാവിലെ തന്നെ ഒരു ഓവർ ഫീഡ് ആയോന്ന് സംശയം. നമ്മളെ നിർബന്ധിച്ചിട്ട് കുടിപ്പിച്ചു തന്നു. നമ്മളല്ല അതിന് എവിടെങ്കിലും പോകുമ്പോ ആള് ക്ഷീണാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ ഇന്നെന്താ ചെയ്യേണ്ടത് വെച്ചാല് കുറച്ച് മെല്ലെ മെല്ലെ ചെറിയ രീതിയിൽ കഴിപ്പിച്ചാൽ മതി ഫസ്റ്റിൽ തന്നെ. ആള് ചെറുതായിട്ടൊന്ന് എണീക്കാനുള്ള പരിപാടിയിലാന്ന് തോന്നുന്നുള്ളത്. അപ്പൊ നമ്മളെ കൂടെ ഇന്ന് ഉള്ളത് എന്താ പറയാ മർസിയുടെ ഇളയമ്മയും പിന്നെ ഇളയമരമോളും പിന്നെ അതുപോലെ തന്നെ ഷഫ്നാസിന്റെ ഫാത്തിമയും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരാൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഉമ്മ വന്നിട്ടുണ്ട് അല്ലേ. രണ്ടാൾക്കാർ ഇന്ന് എക്സ്ട്രാ. പിന്നെ നമ്മളെ ബേബിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലും കൂടിയാണ് കേട്ടോ. നമ്മള് അന്ന് കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ ബേബി. എന്തായാലും ബേബി കുറച്ച് കഴിയുമ്പോ ഓരോ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അന്ന് മുഫീദ് ഇന്നലെ പോയിട്ട് പറയുന്നുണ്ടായിന് അന്നത്തെ പോലെ ലിപ്പ് കാണാൻ എന്നെ പോലെ ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ആള് മാറിയെന്നെല്ലാം പറയുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞ അന്ന് പറഞ്ഞ റുദനെ പോലെ ഉണ്ട്. അത് എക്സാക്ട് റുദ ഉണ്ടായിന്. ഇപ്പം കാണുമ്പോ പറയുന്നുണ്ടായിന് മുഫീദ് തന്നെയാണ്. നമ്മള് നെസൂന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബ്ലാങ്കറ്റ് പിന്നെ അതുപോലെ തന്നെ എന്തിനാ രാത്രി തിരിച്ചു വരുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഞാനും വിചാരിക്കുന്നേ ഇപ്പൊ വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ബ്ലാങ്കറ്റ് എല്ലാം എടുക്കുന്നത്? രാത്രി നമ്മളെ വണ്ടി കാറില് ഭയങ്കര തണുപ്പായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ. ഒരു പടിക്ക് മുന്നേ. പിന്നെന്താ നമ്മളെ ഫുഡ് സംഭവങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാത്തി ഇതപ്പുറം എടുത്തു വെച്ചോ. ഫാത്തി ഇതപ്പുറം എടുത്തോ. ഫാത്തിമ ചുരിദാറായിട്ട് ഇട്ടില്ല. ചുരിദാർ പിന്നെല്ലാം വലിയ പെണ്ണായി പോയി. രണ്ടോലം കഴിഞ്ഞ മംഗലം കിക്കണ്ടേ. ഫാത്തി വാ. ഉമ്മയും എളാമയും റെഡിയായി കേട്ടാ. പോവാ. എന്തോ ഒരു ഉസാറില്ലാത്ത കണ്ണട ഇട്ടിട്ടില്ലേ? നമുക്കില്ലേ കണ്ണാപുരത്ത് നിന്ന് ഷഫ്നാസിന്റെ ഫാത്തിമാനെ പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ആള് നേരത്തെ വിളിക്കുന്നുണ്ട്. അല്ല സോറി, ഇർനാവ്. അതന്നെ. ഓട്. ഓടി വരുന്ന വീടെടുക്കുന്ന മെല്ലാക്കി അത് നടത്തത്തിന്റെ സ്റ്റൈലെല്ലാം അറിയാതാ. അപ്പൊ ഗൈസ് നമ്മള് കോഴിക്കോട് എത്തിയിട്ടാ. കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞ് അതിന്റെ അടുത്ത് തന്നെയാട്ടോ ദാറുഷിഫ വരുന്നത്. അപ്പോ ഏകദേശം എത്താനായി. നിസു ബേബിക്ക് അതിന്റെ ഇടയിൽ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നിസു ചുന്ദരി മോളായി. ടയേർഡായിനാ ബാക്കില്? ഫാത്തിമ ഇല്ലല്ല. ഇങ്ങനെ നമ്മൾ അവിടെ എത്തിയേട്ടാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ കുട്ടികളെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പിന്നെ അതുപോലെ തന്നെ ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ലവ് ലാപ്പിന്റെ ഒരു അടിപൊളി ലിക്വിഡ് ക്ലെൻസർ ആട്ടോ. നമ്മളെ കുട്ടികളെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ ഡെവലപ്മെന്റ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ആസ് എ പാരന്റ് എന്നുള്ള നിലയിൽ നമ്മളെ കുട്ടികളെ ജേംസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ടോയ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മളെ കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധനം നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ക്ലെൻസർ കേട്ടോ. ഇത് നോൺ ടോക്സിക് ആണ്. പിന്നെ അതുപോലെ തന്നെ 100% ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോർമൽ ലിക്വിഡ് ഒക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ബാക്ടീരിയ പിന്നെ അതുപോലെ തന്നെ ജേംസ് ഒന്നും റിമൂവ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ലവ് ലാപ്പിന്റെ ലിക്വിഡ് ക്ലെൻസർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത ജേംസും ബാക്ടീരിയ ഒക്കെ ക്ലീൻ ആവും കേട്ടോ 100%. പിന്നെ നമ്മളെ മിൽക്ക് ബോട്ടിലിന്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒരു മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പഞ്ച് എടുക്കുക. അതിൽ കുറച്ച് 2 ഡ്രോപ്സ് നമുക്ക് ഈ ഒരു ലിക്വിഡ് ആക്കുക. അതിനുശേഷം നമുക്കിത് ഉൾഭാഗവും പുറവും എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ.
അതിനുശേഷം നമുക്ക് ഈ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് ഒരു 10 സെക്കൻഡോളം ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ ബേബിക്ക് ബോട്ടിൽ മിൽക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലും കാര്യമൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, ഒരു 2 ഡ്രോപ്സ് ഇതിലേക്ക് ഉറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലെ ഇതിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് നോർമൽ നമ്മൾ റണ്ണിങ് വാട്ടറിൽ തന്നെ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു 30 സെക്കൻഡോളം നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നമുക്ക് ടോയ്സും കാര്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നേരത്തെ നമ്മൾ മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്ത പോലെ ഇത് ഈ ഒരു സ്പഞ്ചിൽ 2 ഡ്രോപ്സ് നമ്മളെ ഈ ഒരു ലിക്വിഡ് ക്ലെൻസർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെ നമ്മളെ ബേബീസിൻ്റെ ടോയ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ റണ്ണിങ് വാട്ടറിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നമ്മളെ ബേബീൻ്റെ ഹെൽത്തും പിന്നെ അതുപോലെ തന്നെ ഹൈജീനൊക്കെ നോക്കുന്ന മദർ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പം ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടാ. ബേബി നല്ല ഉറക്കം ഉണ്ടായിന്. ഹൃദയ ഉണ്ട്, ഇതാ ഹൃദയം മേടിച്ചെടുത്ത് സുഖാണ്. പിന്നെ ആളെ കൈക്ക് ചെറിയൊരു പണി കിട്ടിയട്ടാ. വീട്ടിൽ നിന്ന് എന്തോ ഉമ്മാമനേറ്റവും പാമ്പ് കണ്ടിട്ട് അങ്ങനെ ഉമ്മാമനോട് ഉള്ളിലേക്ക് കേറി എന്നിട്ട് ഉമ്മാമനെ ജസ്റ്റ് കൈവലിക്കും. ആള് ചെറുതായിട്ട് എന്തോ ആയി ഉളുക്കിപ്പോയി. എന്നിട്ട് അവിടെ ഇവിടുന്ന് കെട്ടിക്കൊടുത്തതാട്ടാ, മരുന്നൊക്കെ വെച്ചിട്ട് പിടിച്ചിട്ട് വലിച്ചത്. കൊറേ ആൾക്കാര് ഹൃദയനെ കാണായിട്ട് ചോദിച്ചിട്ടുണ്ടായില്ല നമ്മളെ വീഡിയോയില്. ഡെലിവറി ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പൊ റുദ ഓക്കെ ആയി വരുന്നല്ലേ, അതല്ലേ എല്ലാം ഇവിടുത്തെ ആ ഒരു ഒഴിച്ചിലും ബീച്ചിലും എല്ലാം കഴിയുമ്പോഴേക്ക് ആള് ഒന്ന് സെറ്റ് ആകും അല്ലേ. അപ്പൊ ഇതാട്ടെ നമ്മളെ റൂം വരുന്നുണ്ട്, ഹോള്, ഒരു ഡൈനിങ് ടേബിള്, പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിന് മെയിൻ ആയിട്ട് ഹാളിൽ അതാ വരുന്നത്. പിന്നെ 2 റൂം വരുന്നുണ്ട് കേട്ടോ. 2 ബൈസ്റ്റാൻഡർക്ക് നിക്കാൻ വേണ്ടി പറ്റും. ഇത് കിച്ചൺ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഇവിടെ മെയിൻ ആയിട്ടൊന്നും കുക്ക് ചെയ്യൂല, കാരണം ഇവിടെ ഓൾറെഡി നല്ല ഫുഡും കാര്യങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പാക്കേജിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാലേ. ഇതുപോലെ വരണ്ടേ. ഇപ്പൊ ഇനി എന്താ, ഇനി കുറച്ച് സമയം മോളെയും കളിപ്പിച്ചിരിക്കണം, മോളെ കാണണം കുറച്ച് സമയം. എന്നിട്ടാകുമ്പോ ഇനി ഇപ്പളേ പോക്കൊന്നും ഉണ്ടാവില്ല, കുറെ കഴിഞ്ഞിട്ട് എന്തായാലും പോക്കന്നെ ഉണ്ടാവും അല്ലെ. നമ്മള് ബുക്ക് ചെയ്ത ഡേറ്റിനല്ല കേട്ടോ ഡെലിവറി നടന്നിട്ടുണ്ടായത്. റുദന്റെ ഇപ്പൊ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 24 പറഞ്ഞത്, 23-നാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിന്. എന്നെ പോലെ തന്നെ റുദയും 10 ദിവസം മുമ്പ് പ്രസവിച്ചത്. 13-ാം തീയതി കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പൊ നമ്മള് പെട്ടെന്ന് ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം സിംഗിൾ റൂം ആയിട്ടാ തന്നിട്ടുണ്ടായത്. പിന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ, നമ്മളെ ഡബിൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. കാരണം ആ ഡേറ്റിന്റെ ഇത് വരുമ്പോൾ ഇവിടെ ഓൾറെഡി പേഷ്യന്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് പോയിട്ടാകുമ്പോ നമുക്ക് ഈ റൂം തന്നിട്ടുണ്ടായത്. അടിപൊളി സർവീസും കാര്യമെല്ലാം കേട്ടോ. ഫുഡ് കുഴപ്പമില്ല, അടിപൊളി തന്നെ. ലസ് വന്നപാടെ ബേബിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. ബേബിനെ ഇപ്പൊ കുളിപ്പിക്കുകയാണ് കേട്ടോ. നമ്മള് രാവിലെ നമ്മളിവിടെ എത്ര മണിക്ക് എത്തിയത്, ഏകദേശം ഒരു 9-10 ആ സമയമാകുമ്പോ എത്തിയിട്ടുണ്ടായി. അപ്പൊ നമ്മളിവിടെ വന്നിട്ടാകുമ്പോ റുദന്റെ രാവിലെ തന്നെ കുളിയും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ബേബിനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടാ. നമ്മള് ജസ്റ്റ് ഒന്ന് റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് മെയിൻ റൂം അല്ലേ? പിന്നെ ഇത് നമ്മള് 2 ബൈസ്റ്റാൻഡർക്ക് നിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെ നിക്കാൻ വേണ്ടിട്ട് ഒരു റൂമും കൂടി. ഇത് അത്യാവശ്യം കുഞ്ഞു റൂമാണ് കേട്ടോ. കുഞ്ഞു റൂമല്ല, അതുപോലെ തന്നെയാണ് അവിടെ എസിയും കാര്യമെല്ലാം ഉള്ളത്. മെയിൻ ആയിട്ടുള്ള റൂം അതാണ് ഉള്ളത്. ഇനി ഫുഡ് കഴിക്കണ്ടേ? നമ്മള് വന്നിട്ട് ഏകദേശം കൊറേ സമയല്ലേ, 4 മണിക്കൂറല്ലേ? 2 മണിയായിട്ടാ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്ളോഗ് എടുക്കേണ്ട ഓർമ്മ ഉണ്ടായില്ല. ബൈ ബൈ കുഞ്ഞുമോളൂ. നമ്മള് ബേബിനെ ഇൻഷാല്ല ബേബി ഒന്ന് കുറച്ച് ചേച്ചാകുമ്പോ നമ്മള് കാണിക്കുന്നതായിരിക്കും അല്ലെ, നമ്മള് ഒന്നിച്ച് കാണിക്കും. ഓക്കെ,
അപ്പോഴത്തേക്ക് ഹൃദയം ഒന്ന് റിക്കവറി എല്ലാം ഹെൽത്തി എല്ലാം ഓക്കെ ആക്കിയിട്ട് വരട്ടെ അല്ലേ. നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങലായി കേട്ടാ. ഫുഡൊക്കെ ഉണ്ടായിരുന്നു തീർക്കാം. അതന്നെ ഫാത്തിമ, ഫുഡ് മുഖ്യം ഇതില്. മോളെ മുമ്പിൽ കയറിക്കോ നിസു. ആ ഓക്കെ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കേറിയിട്ടുള്ളത് ഗൈസ്. നല്ല വിശപ്പുണ്ട്. നമ്മൾ രാവിലെ കഴിച്ചതല്ലേ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. വണ്ടിന്ന് കഴിച്ചാൽ നെയ്പ്പത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നതാ. ഇവിടെ ഇരിക്കാം. അത് കയറുമ്പോൾ നോക്കണേ. മാറിപ്പോയാ ഇത് പാപ്പല്ലേ? മാറിപ്പോയി തോന്നല്ലേ. ഇത് ബീഫ്. ഇതാ മോളെ ചിക്കനാ. ആ ബിരിയാണി തന്നെ കുറച്ചായാലും ഇട്ടെടുത്ത് കുറച്ച് വെട്ടിയേക്കാ. ആവശ്യം തന്നെയല്ലേ ഫുഡിനെ കൊണ്ട്. ഗൈസ് നമ്മളങ്ങനെ ലുലു മോളിൽ എത്തിയേട്ടാ. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ലുലു മോളിലേക്ക് വിട്ടു കേട്ടോ. അവിടെ വന്നിട്ട് ഏതായാലും ലുലു മോളിൽ കേറിയിട്ടില്ലല്ലോ. ആ ലുലു മോളിൽ തന്നെ മോളെ പോന്ന്. ആ ഒക്കെ അവിടുന്ന് എന്താ വാങ്ങിക്കണ്ടേ? സ്ട്രോബെറി. ആ ഇതാന്നിട്ടാ ലുലു മോളിലെത്തി. ഇന്ന് നമ്മള് വന്ന് നല്ലൊരു സമയം കേട്ടാ. ഇന്നെന്തോ സൂപ്പർ ഫ്രൈഡേ ഓഫറിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കീശ കാലിയാകുമല്ലോ കുറച്ച്. എന്താ ആകാശം നോക്കുന്നത്? അതന്നെ സൂപ്പർ ഫ്രൈഡേ ഓഫർ. നെസുവിന് കുറച്ച് മറ്റേ നട്ട്സും കാര്യങ്ങളും നോക്കണം. അല്ല അവിടെ സാധനം വാങ്ങും. പിന്നെ ഇതിന് നമ്മളൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്ക് അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോബെറിക്ക് തപ്പി നടന്നിട്ട് ഇപ്പൊ ഇവിടെ സാധനം ഉണ്ട്. അത് വാങ്ങിയിട്ട് കൊടുക്കാം. ഒരാള് ഞാൻ ഉന്തുന്നു പറഞ്ഞിട്ട് എൻ്റെ നിന്ന് വാങ്ങിയിട്ട് ഉന്തുന്നുണ്ട്. ടാറ്റാ ബൈ ബൈ. ഗൈസ് നമ്മളങ്ങനെ നേരെ ലുലു മോളിന്ന് നേരെ തന്നെ പോയത് മിഠായി തെരുവിലാക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. മർസിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നെസൂനും കുറച്ച് ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങി. അതല്ലെങ്കിൽ അതിന് നേരെ നമ്മളങ്ങ് വീട്ടിലെത്തി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു വൈൻഡപ്പ് ഞാൻ എടുക്കുന്നത്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നു കേട്ടോ. സമയം കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു. ഞാനും തിരക്കായിരുന്നു, മർസിയും തിരക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ബാക്കി എടുക്കാനും പറ്റിയിട്ടില്ല. അത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടില്ല. കഴിഞ്ഞ മാസം ഏകദേശം 23-ാം തീയതി 22-ാം തീയതി അങ്ങനെ ഏതൊരു ഡേറ്റിനാണ് നമ്മൾ ഇവിടെ കോഴിക്കോടേക്ക് പോകുന്നത് കേട്ടോ. ഏകദേശം 2 ആഴ്ചയിൽ മേലായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാത്തത് കേട്ടോ. അപ്പോൾ റുദ ഉള്ളത് ദാറുൽ ഷിഫയിലാണ് കേട്ടോ. ദാറുൽ ഷിഫയിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവരുടെ എന്താ പറയുക സ്റ്റാഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. ദാറുൽ ഷിഫാന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വരാം. ഓക്കെ ബൈ.